സർപ്രൈസസും ഗിഫ്റ്റ്സും ഒക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവോ? അതൊക്കെ ഇങ്ങോട്ട് കിട്ടുന്ന പോലെ തന്നെ അങ്ങോട്ട് കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നതാണെങ്കിൽ പോലും അത് സർപ്രൈസ് ആയിട്ട് പോകാനാണ് ഞാൻ നോക്കാറ്. 21st ബർത്ത്ഡേക്ക് 21 ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു നമ്മുടെ പ്ലാനിലുണ്ടായത്. നേച്ചുവിന്റെ ഫിയാൻസിന്റെ മേലേന്ന് കിട്ടിയ ഓർഡർ പ്രകാരമാണ് നമ്മൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായത്. കുറെ ദിവസത്തെ നമ്മൾ പ്ലാനിങ്ങിന് ശേഷം ഇന്ന് നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. എല്ലാ കാര്യവും മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഇതോൾ എക്സ്പെക്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. എന്നാലും സർപ്രൈസ് ആയിട്ട് കൊടുക്കലല്ലേ അതിന്റെ ഒരു രീതി. നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അവളുടെ ഫാമിലി ത്രൂ ഔട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സർപ്രൈസിനെ പറ്റിയിട്ട് ഒക്കെ ഒരു ക്ലൂ കിട്ടിയെങ്കിൽ പോലും ഇത്രയും ആൾക്കാരെയും ഇത്രയും ഗിഫ്റ്റ് മോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അവിടെയെങ്കിലും നമ്മൾ വിജയിച്ചല്ലോ. സർപ്രൈസ് എല്ലാം കൊടുത്തതിന് ശേഷം അതിന് ബാക്ക് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുത്താലേ ബാക്കി സമാധാനം കിട്ടും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡെയിലി കണ്ടോണ്ടിരുന്ന നമുക്ക് ഇപ്പൊ ഒന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആരുടെങ്കിലും ബർത്ത്ഡേസ് ഉണ്ടാവണം. നേച്ചുവിന്റെ ഫിയാൻസി നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുടെ ഫാമിലി ഫുൾ ആക്റ്റീവ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു. അവിടെ എല്ലാവർക്കും നമ്മൾ കേക്ക് ഒക്കെ കൊടുത്തു. ഒത്തിരി നേരം സംസാരിക്കാനുള്ള ടൈം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടിയ ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്തു. പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം കെട്ടും മുട്ടും എടുത്ത് പുറത്തിറങ്ങി. കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ആവേശമൊന്നും കൊണ്ടുപോകുമ്പോ ഇല്ലായിരുന്നു. കാരണം കൊണ്ടുപോകുന്നത് ഓളാണല്ലോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.